ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സ്മോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം നമ്മളിന്ന് പുത്തമ്പള്ളിയിലെ ARലേക്ക് പോവുകയാണ്. അതുമാത്രമല്ല വേറെ പരിപാടി ഉണ്ട്, കാരണം ചേട്ടൻ എക്സാം ഉണ്ട്. അപ്പോൾ അവിടെ ആയതുകൊണ്ട് കൂടി ഞങ്ങൾ വിചാരിച്ചു ആ പുത്തമ്പള്ളി ARലേക്ക് പോയിട്ട് ഒരു ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം സ്മോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ സ്കിൻ പ്രൊട്ടക്ഷനിലെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കും. സൺസ്ക്രീൻ മോയ്സ്ചറൈസറും ഒക്കെ ഞാൻ ഇട്ട് തീമ്പിച്ചിട്ടുണ്ട്, കാരണം സൺ പ്രൊട്ടക്ഷൻ അത്യാവശ്യമാണ് ഗൈസ്. അത്യാവശ്യം കുറച്ച് ഹെവി ലുക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പ് ഇട്ടേക്കുന്നത്, അതുപോലെ തന്നെ ഒരു പാവാടും സ്കേർട്ട് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ വിചാരിച്ചു നമുക്കൊരു വേറെ മോഡൽ, ഒരു ഹിന്ദി മോഡലായിട്ടുള്ള ഒരു ഡ്രസ്സായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾ ചെറിയ ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ. അപ്പോൾ ഞാൻ എൻ്റെ കഴുത്തുമൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് കഴുത്തും പ്രൊട്ടക്റ്റ് ആവുന്നുണ്ട്. അതിനുശേഷം ലിപ്പും പ്രൊട്ടക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഷ്കെയറിൻ്റെ തന്നെ വിസ്കേൻ്റെ തന്നെ ലിപ് ബാമാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ ഡ്രസ്സ് അത്യാവശ്യം നല്ല മോഡേൺ, അത്യാവശ്യം നല്ല കൂളായിരിക്കുന്ന ഡ്രസ്സാണ്. ഇത് മേക്കപ്പിലേക്ക് പോയാലും അതിന് തന്നെ പ്രൈമർ അപ്ലൈ ചെയ്തു. ഇൻസൈഡ് 3-in-1 മോയ്സ്ചറൈസിങ് പ്രൈമറാണ്. നല്ലൊരു പ്രൈമറാണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ചെയ്യും. ഡ്യുവൽ ലുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രൈമറാണ്. അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. അത് മാത്രമല്ല നല്ലൊരു മാറ്റ് ഫിനിഷിങ് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ്. മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ഹെൽപ്ഫുള്ളാണ്. അതിനുശേഷം ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ടിയുടെയാണ്. പുട്ടി. അപ്പോൾ പുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പുട്ടി എടുത്തതിൻ്റെ കൂടെ നമുക്ക് കുറച്ചൊരു ഹൈലൈറ്റിങ് ഫീൽ കിട്ടുന്ന ഹൈലൈറ്റർ എടുത്ത് മിക്സ് ചെയ്തു നമ്മളത്. അപ്പോൾ നമ്മുടെ പുട്ടിയും ഹൈലൈറ്ററും മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിപ്പോൾ അടിക്കാൻ പോവാണ്. പുട്ടി അടിക്കാൻ കുറച്ച് പുട്ടി അടിച്ചതിനെ കൊണ്ട് ഞാൻ കുറച്ച് അടിച്ചുള്ളൂ. ഫൗണ്ടേഷൻ ഇത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. കുറച്ച് അപ്ലൈ ചെയ്ത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്ത് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്ലെൻഡ് വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നല്ലൊരു മാറ്റ് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് ഗൈസ്. അത്യാവശ്യം ദിവസമായി നമ്മൾ വീഡിയോസൊന്നും ഇട്ടിട്ടില്ലായിരുന്നു, ബിക്കോസ് അത് സാഹചര്യം കിട്ടിയില്ല ഗൈസ്. അത്യാവശ്യം ഇല്ല എക്സാമും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് കൂടി എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷേ ഞാൻ സമയം കിട്ടി തന്നെ ചെയ്തു. പക്ഷേ ഞാൻ കൺസിലർ അപ്ലൈ ചെയ്തു, കണ്ണും അതുപോലെ തന്നെ നെറ്റിയുടെ പോർഷനിൽ അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ചീക്കിൻ്റെ സ്മൈൽ ലൈൻസിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് വെച്ചിട്ട് ബ്യൂട്ടി ബ്ലെൻഡ് ചെയ്തെടുത്തു ഗൈസ്. ഫേസ് മൊത്തം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇന്നാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഗൈസ്. കാരണം ഇങ്ങനത്തൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി മൊമെൻ്റ് കിട്ടും. ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുച്ചിപ്പൊടി എടുത്തു ഗൈസ്. കുച്ചിപ്പൊടി മാർസിൻ്റെ കുച്ചിപ്പൊടി എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ബ്യൂട്ടി ബ്ലെൻഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ കുറച്ച് അപ്ലൈ ചെയ്തു. 2 പോർഷൻ ബ്ലെൻഡ് ചെയ്തിട്ട് ഫോട്ടോയിലൊക്കെ നല്ല രസമായിട്ട് കിട്ടുന്നുണ്ട്. ഈ പോർഷനിലും എൽ ഷേപ്പിലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് പല രീതിയിലും വേണമെങ്കിൽ ബ്ലഷ് അപ്ലൈ ചെയ്യും, ചീക്കിൻ്റെ മേലെ അപ്ലൈ ചെയ്യും, അപ്പോൾ അത് കോണ്ടൂർ പ്ലേസിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ പലരും അപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. കാരണം ഞാനൊരു റീൽ കണ്ടതായിട്ട് പല ടൈപ്പ് ഓഫ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ചെറിയൊരു പൗച്ചിൽ ഞാൻ എൻ്റെ പൗഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൺ കളറിൻ്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ഓൺ കളറിൻ്റെ പൗഡറാണെങ്കിൽ അത്യാവശ്യം തീർന്നു. പക്ഷെ അപ്പോൾ നമ്മൾ എടുക്കുന്നു, കാരണം അത്യാവശ്യം കുറച്ചുണ്ട് എമൗണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടി പുട്ടി സാധനം കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് കൊണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൗഡർ നല്ല പൗഡറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തു. സെറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിട്ടാണ്. നല്ല ഒരു മാറ്റി ഫിനിഷിങ് കിട്ടുന്നു. ഗ്രീസി ആക്കാനൊന്നും നിൽക്കണില്ല ഈ പൗഡർ. അപ്പോൾ നമ്മൾ പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നമ്മൾ എടുത്ത് വയ്ക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഐ ആണ് ഗൈസ്. അതുപോലെ തന്നെ ഐബ്രോ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു വിട്ടാൽ. അപ്പോൾ ഐബ്രോ നല്ല സെറ്റ് ചെയ്തതിന് ശേഷം ഐ ചെയ്താലും ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കൈമ ടാപ്പ് ചെയ്ത് വെച്ചു. ഇതാണ് ഗൈസ് എൻ്റെ ഐ ലുക്ക്. ഹൗ ഇസ് ഇറ്റ്? അതിനുശേഷം ഞാൻ എൻ്റെ ലിപ്പ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ലിപ്പിൽ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമുക്കൊരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബ്ലൂ ഹെവൻ്റെ നല്ലൊരു ഡാർക്ക് റെഡാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് ഈ ബ്ലൂ ഹെവൻ്റെ ഈ പെൻസിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലിപ്പ് ലൈനർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അത്യാവശ്യം സോഫ്റ്റായിട്ട് എന്ന് വെച്ചാൽ ബട്ടറി സോഫ്റ്റ് അല്ല, പക്ഷേ ചെറിയ സോഫ്റ്റായിട്ട് തന്നെ ഇത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കുന്നു. ജസ്റ്റ് നല്ലപോലെ ഒന്ന് ബോർഡർ ലൈൻ നല്ലപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെയാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നമ്മൾ കുച്ചിപ്പൊടി എടുത്തു ഗൈസ്. മാർസിന് നല്ലപോലെ ജസ്റ്റ് ബട്ടറി സോഫ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്താൽ മാത്രം മതി, സെറ്റായി. അപ്പോൾ ഇതാണ് എൻ്റെ ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കുഴപ്പമില്ല, അതിൽ സെറ്റായപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നമ്മൾ ഫൈനൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ലുക്ക് പൂർണ്ണമായോ ഗൈസ്? ഇല്ല, ഒരു പൊട്ട് തൊടാൻ നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ട് തൊടാൻ പ്ലാൻ ചെയ്തു. ബ്ലാക്ക് പൊട്ട് ജസ്റ്റ് ഒന്ന് ഫൈനൽ ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ ക്രിയേറ്റ് ആകാൻ പോവാണ് ഗൈസ്. പൊട്ടും കൂടി തൊട്ടാൽ ഇറ്റ് ഈസ് ദാറ്റ് ഫൈനൽ ലുക്ക് ആവും. കണ്ട ഇപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഫേസൊക്കെ. ഇനി നമുക്ക് മാല ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് കമ്മലും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടോളാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഫൈനൽ ലുക്കിലേക്ക് പോയാലോ?
അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഹൗ ഈസ് ഇറ്റ് ലുക്ക്? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അവിടുത്തെ ഫോട്ടോസൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടു.